ഹായ് നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പിയും എറണാകുളംകാരുടെ മെയിൻ ഐറ്റവുമായ ബിന്ദാലു, ബീഫ് ബിന്ദാലു ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് ഒറിജിനൽ പോത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഒരു 3 സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനൊരു മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഷെഫ് പിള്ളയുടെ ആ ഒരു ഇത് നോക്കിയിട്ടാണ് നമ്മൾ മസാല ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ ചേർത്തിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ചെറിയ ഉള്ളി, കാശ്മീരി ചില്ലി, നമ്മുടെ എരിവുള്ള മുളക്, അല്ല മൊത്തം മുളക് കേട്ടോ, പൊടിയല്ല. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ മസാല കൂട്ടുകൾ, മല്ലി, കുരുമുളക്, ഇതെല്ലാം നമ്മൾ ഇന്നലെ വൈകിട്ട് വിനാഗിരിയിലും ചൂടുവെള്ളം കൂടെ ഒഴിച്ച് അതിൻ്റെ അത് മിക്സ് ചെയ്ത് കുതിരാനിട്ടിരുന്ന സാധനമാണ്. നമ്മളത് ഇന്ന് രാവിലെ അരച്ചെടുത്തതാണ്. നമുക്കിത് ആദ്യം ഒന്ന് ഇറച്ചിയിൽ പുരട്ടിയെടുക്കാം. ബീഫിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ബീഫ് ബിന്ദാലു ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ സവോളയൊക്കെ ഒരു പകുതിയോളം മടന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന പോത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കുന്നത്, ജസ്റ്റ് ഈ മസാലയൊന്ന് കഴുകി ഒഴിക്കുന്ന മാത്രമേ ഉള്ളൂ. ബീഫിലെ വെള്ളത്തിലും ആ വിനാഗിരിയിലുമാണ് നമ്മൾ ഇത് വേവിച്ചത്. ഇതിന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം കറിവേപ്പില സ്ലോ കുക്ക് ചെയ്തെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടച്ചു വെച്ച് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിന്ദാലു നമ്മൾ വെച്ചിട്ടൊരു 1.5-1.25 മണിക്കൂറോളമായി. നമുക്ക് നല്ലപോലെ ഗ്രേവിയൊക്കെ പറ്റി കണ്ടോ. നമ്മളെ ബിന്ദാലുവിൻ്റെ അതേ സ്ട്രക്ചറിലെത്തിയിട്ടുണ്ട്. അവിടെ പോത്താണ്, നമുക്ക് ഇച്ചിരി വേവ് കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു 1/2 മണിക്കൂറൂടെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ചെറു തീയിലിരുന്ന് ഒരു 2-2.5 മണിക്കൂറോളം വിറകടുപ്പേൽ ഇരുന്ന് കുക്കായ നമ്മുടെ ബിന്ദാലു എന്തായി എന്ന് നോക്കാം. വാവ്, എണ്ണയൊക്കെ തെളിഞ്ഞ പോലെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബിന്ദാലു ഉണ്ടാക്കുന്നത്. നമ്മൾ ഷെഫ് പിള്ളയുടെ ആ ഒരു റെസിപ്പി ഫോളോ ചെയ്താണ് നമ്മളിത് ഉണ്ടാക്കിയത്. നമ്മളിവിടെ ഇങ്ങനെ കോട്ടയം സൈഡിലൊന്നും അങ്ങനെ ബിന്ദാലു അങ്ങനെ പറഞ്ഞു തരില്ല. നമ്മൾ ഇവിടുത്തെ ബീഫ് ഫ്രൈ ആണല്ലോ നമ്മുടെ മെയിൻ ഐറ്റം കോട്ടയംകാരുടെ. വാവ്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അടുപ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബിന്ദാലു ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇടയ്ക്കൊരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് മാത്രം തന്നെ കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല പുട്ടുപോലെ തോന്നും. സ്ലോ കുക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പഴയ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് ഒറ്റ ചവയ്ക്ക് ഇറങ്ങിപ്പോയി. അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ആ വിനാഗിരിയിലാണല്ലോ നമ്മളത് വേവിച്ചെടുത്തത്. വെള്ളം ഒഴിക്കാതെ വിനാഗിരിയിലാണ് നമ്മൾ വേവിച്ചത്. അതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു പുളിപ്പും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബിന്ദാലു കഴിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്, ചുമ്മാ പറയല്ല, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.